വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ. അത് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ കാഞ്ഞിരംകുളം കഴിഞ്ഞ് നെല്ലിമൂടൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്താണ്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. വീട് പണിയടക്കം ഇല്ലേ, അപ്പോൾ നമുക്ക് വീടിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളിതുവരെയും വന്നില്ല. നമ്മുടെ വീടിൻ്റെ അടുത്താണ്, നമ്മളിതുവരെയും വന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും നോക്കാം. നമ്മുടെ വീട് പണിയൊക്കെ നടക്കില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ വീട്ടിലേക്ക്. പക്ഷെ സംഭവം ഒരു 4-5 ഏക്കറിന് കൂടുതലുണ്ട്. നമുക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇവിടെ നിന്ന്. പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ കാണാനുണ്ട് ഒരുപാട്. അപ്പോൾ ഇതിപ്പോൾ എത്ര ഏക്കറെന്ന് പോലും അറിയില്ല. നമുക്കിനി കുറേ കാണാനുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ഏരിയയിൽ വന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടെല്ലാം കാണാനുണ്ട്. കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ വെറൈറ്റി പല തരത്തിലുള്ള ചെടികളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മുളയുടെ സെക്ഷൻ ഒന്ന്, പിന്നെ തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെയൊക്കെ ഒരു സെക്ഷൻ. പിന്നെ ഈ വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ കോണ്ടംപററി സ്റ്റൈൽ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള, പിന്നെ പച്ചപ്പ്, പിന്നെ സ്റ്റോണ്, പെബിൾസ്, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ നമ്മുടെ ഈ കടലാസ് ചെടി, അതിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ ഇനി അകത്തോട്ടൊക്കെ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അതൊക്കെ കാണാൻ പോകണം. വീട്ടിലേക്ക് പോകാം. അതെ, ഇനി ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണിച്ചു തരാം.
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പെബിൾസും കല്ലുകളും സ്റ്റോണും ഒരുപാടുണ്ട്, അതൊക്കെയാണിത്. ഈ കോർട്ട്യാർഡ് ഗാർഡൻ ഇതൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ആയിരിക്കും ഇതൊക്കെ. അതൊക്കെ കണ്ടോ തടിയുടെ, അതെങ്ങനെ? തടിയല്ല, അത് കല്ല്. കല്ലാണോ? ഓക്കെ, ഇതെല്ലാം നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ സ്റ്റോണൊക്കെ. വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ലൊരു ചോയ്സാണ്. അതെ, ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ. ഇത് കിണറാണോ? മീനുണ്ടോ? ഓ, കുളമൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കൊള്ളാല്ലേ. ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ ആയിരിക്കും കേട്ടതുകൊണ്ട്. ഓക്കെ, കണ്ടോ ഇതിനകത്തൊരു എന്തെല്ലാം സംഭവങ്ങളാണ് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക്, ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് മുറ്റത്തൊക്കെ. ഇതിനകത്തോ? ഇതിനകത്ത് മീൻ കാണും. ആമ്പൽ, താമര, പിന്നെ അങ്ങനത്തെ വെറൈറ്റീസ്. നല്ല ഫ്രഷ് എയറാണ് കേട്ടോ. ഇത്രയും ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ടാകണം. നല്ല തണുപ്പുമുണ്ട്, ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ. കൊള്ളാം. പിന്നെ കൊള്ളാം. അങ്ങനെ ഞങ്ങളിതാ നടക്കുന്നു. ഒരുപാട് കാണാനുണ്ട് ഇവിടെ. നല്ല തിരക്കുണ്ടെന്ന് അല്ലേ. ഒരുപാട് ആൾക്കാർ ഫ്രണ്ടിലൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ. നമുക്ക് അഥവാ വാങ്ങിക്കാനില്ലെങ്കിൽ കൂടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ പിള്ളേർക്കൊക്കെ പഠിക്കാനും ഒക്കെ ഓക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഈ താമര, ആമ്പൽ അങ്ങനത്തെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, വെറൈറ്റി സാധനങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ. ഇതാ ഞങ്ങളങ്ങ് ടോപ്പിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്നത്. ഇനി അപ്പുറത്തെ സൈഡിലുണ്ട് കാണാൻ. ആ ടോപ്പിൽ ഞങ്ങൾ കണ്ട് ഇതങ്ങ് താഴെ ഇറങ്ങിയതാണ്. ഇനി ആ സൈഡ് കുറച്ചുണ്ട് കാണാൻ. ഓക്കെ, ഇവിടെ ഇല്ലാത്ത ഒരു ചെടിയും ഇല്ല, ഇവിടെ ഇല്ലാത്ത ഒരു മരവും ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഒരുപാട് കാണാനുമുണ്ട്. ഓക്കെ, കാട്, മുള. അതെന്തിങ്ങനെ തട്ടി നോക്കിയേ? ഇതോ?
വെള്ളമുണ്ടല്ലോ കാണാൻ. വെള്ളം പോണോ? മാളിലാണ് ഇച്ചിരി വില കൂടിയ ഐറ്റംസ് ഉള്ളതെന്നാണ് തോന്നുന്നത്. ആണ് ഇവിടെ ഇതൊക്കെയല്ലേ വില കൂടിയത്? ഇവിടെയൊക്കെ ഇച്ചിരി വില കൂടിയ ഐറ്റംസ് ഉള്ളത് ഉണ്ടോ? എന്തായാലും സൈസ് നോക്കിയാ ചെറിയ തൈ മുതലേ ഉണ്ടോ, വലുത് ഏറ്റവും വലുതുണ്ട് കണ്ടോ ആ സൈഡിൽ നിൽക്കുന്നു. ലക്ഷങ്ങളാണ് വില. ലക്ഷങ്ങളോ? അല്ലാതെ ചെറുതുണ്ട്, ഏറ്റവും ചെറുത് മുതൽ തുടങ്ങാം. ഏറ്റവും കുഞ്ഞുണ്ട്, ഇതാ ഏറ്റവും കുഞ്ഞ്, അത് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യും. ഇത് അവർ പറയണെന്തെന്നറിയാമോ? ഈ സാധനം അവർ ഇങ്ങനെ വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കവറിൽ നമ്മൾ വലിയ ഇതിൽ ടിന്നിലോ വലിയ ഇതുണ്ടല്ലോ, വലിയ ബോക്സിൽ അതിൽ കൊണ്ടുവച്ച് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും. ഇത് ഇതിൻ്റെ റേറ്റ് 400. അത് 1000. പക്ഷെ അത് 800. ഈ 800-ൻ്റെയാണ് വളർന്നു. ഓ അവർ പറയുന്നത് ഈ ബോട്ടിൽ ഇത് ബേസ് വലുതാക്കും തോറും ഈ സാധനം കയറി വലുതാവും. എത്ര പെട്ടെന്ന് വലുതാക്കുന്നു അത്രയും പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വെറൈറ്റിയാണ് ഇവിടെ. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. 5000 രൂപ. വെറൈറ്റി ഉണ്ട്, ഫുൾ വെറൈറ്റി. എത്ര? 2100 ഇതല്ല. ഓ ഇത് കാണാൻ നല്ലൊരു രസം തന്നെയാണല്ലേ, ഭയങ്കര വെറൈറ്റി. ആർട്ട് എംപോറിയം, അതിൻ്റെ പോട്ടും അതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള കട ആണെന്ന് തോന്നുന്നു, ഷോപ്പ്. കണ്ടോ, ഇതാണ് ലക്ഷങ്ങളുടെ സാധനമായിരിക്കും ഇത്. ഇത് പക്ഷേ അവർ കട്ട് ചെയ്ത് വിട്ട് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് ഇങ്ങനെ എന്തോ കണ്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ വീടുകളിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? കുഞ്ഞു കുഞ്ഞു തൈകൾ കണ്ടോ. അത് ഏതാ? ഇത് 22,000 ഉണ്ടോ? ഇത് 22,000 രൂപ. അപ്പോൾ ഇത് അത് നല്ല വില കൂടും. രണ്ടും ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ വരുന്നത്? ഞാനും വന്നിട്ടില്ല. ഇത് 29,000. പക്ഷെ ഇത് കാണാനൊരു രസമാണല്ലേ. ഇന്ന് 50,000 രൂപ. ഏതാ? ഓ സെറ്റ്. അപ്പോൾ അത് എങ്ങനെ അറിയാലും ഒരു 8 ലക്ഷത്തിന് 20 ലക്ഷം രൂപയുള്ള സാധനമാണ്. ആണല്ലേ. കുഞ്ഞു തൈകൾ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കുഞ്ഞു തൈകൾ. വീട്ടിലൊക്കെ ഒരുപാട് സ്പേസ് ഉള്ളവർക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണിത്.
ഇവിടെ വന്ന് ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൊള്ളാമല്ലോ. ഇത് ഇലയുടെ ഭംഗിയാണ്. ഇത് നമ്മൾ ഇറങ്ങി വന്നിടത്ത് ചേരുന്നില്ലേ? പക്ഷെ ഇത് കൊള്ളാം. ഇത് എത്രയാ? ഇത് കുഞ്ഞു തൈ ഉണ്ടല്ലേ? കുഞ്ഞു തൈ ഉണ്ട്. ഇതെങ്ങനെയാണ് റേറ്റ്? എത്രയാ? 650. അയ്യോ ചെറുതാ. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വേറെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ചെറുതാ മതി. ഇതെല്ലാം കൊണ്ട് അവിടെ വയ്ക്കുക. അവിടെ സ്ഥലമില്ല. അതാണ് പറഞ്ഞത്, സ്ഥലം ആടിന് കുഴ വിളിച്ചോണ്ട് പോകും. നമ്മൾ ഈ വീട്ടിൽ സ്ഥലമൊക്കെ ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിങ്ങനെയൊക്കെ വെച്ച് ഗാർഡൻ ഏരിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കുട്ടി 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 കണ്ടോ? കീര കീര. ഇത് കീരയൊന്നുമില്ല. പോകട്ടോ. ഇലയിലാണ് ആ ഭംഗി അല്ലേ ഇതിൻ്റെയൊക്കെ? പച്ച, കിളിപ്പച്ച കളറ് അങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. നടന്ന് തീരുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് ജോലിക്കാരൊക്കെയുള്ള സ്ഥലം. നഴ്സറി പ്ലസ് ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാം ഉണ്ട് ഇതിനകത്ത്. മുകളിൽ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നു, മ്യൂസിയം ഒക്കെ എഴുതി വെച്ചേക്കുന്നു. നമ്മൾ എൻട്രൻസിലില്ലേ ചേട്ടാ, അതിന് അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സെക്ഷൻ നമ്മുടെ ഈ തെറ്റി പോലത്തെയൊക്കെയുള്ള എല്ലാ കളറും ഉണ്ട് കേട്ടോ. തെറ്റി ഓക്കെ. ഇനി ഇത് അടുത്ത സെക്ഷൻ ചെറിയ നമ്മുടെ ജമന്തി പോലത്തെയൊക്കെയുള്ള. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. പ്ലാവ്, മാവ്, പേരയ്ക്ക എല്ലാം ഉണ്ട്. കണിക്കൊന്ന, എല്ലാ വെറൈറ്റി സാധനവും. $300 ഒരു തൈക്കുള്ള. വലിയ ഏരിയ ഉണ്ടോ? മുകളിലൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് വെറൈറ്റി ചെടികൾ. നമ്മൾ ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്കേ ബെസ്റ്റ് പ്ലേസാണ് സത്യം. കാരണം നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അത്രയ്ക്ക് വെറൈറ്റിയാണ്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട്. നമുക്ക് എത്ര വേണോ നമുക്കിത് നോക്കി സെലക്ട് ചെയ്ത് നല്ലത് നോക്കിയെടുത്ത് നല്ല കളർ നോക്കിയെടുത്ത് വയ്ക്കാം. റോസസിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ.
എല്ലാവരും ബൾക്കായിട്ട് വന്ന് കാറിലൊക്കെ വന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ വന്നിട്ട് 350 അല്ലേ? ഇത് 350 രൂപ എല്ലാം കൊടുത്തിട്ടുണ്ട് ചിലതിലൊക്കെ. ഏ 300 ആന്തൂറിയൊക്കെ 300 രൂപയേ ഉള്ളൂ. പക്ഷെ നമ്മൾ വാങ്ങിയിട്ട് പോയാലും മെയിൻ്റെനൻസിലാണ് കാര്യം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ വേസ്റ്റാണ്. എന്താ എന്തെടുത്താലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കെയറായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ബെനിഫിറ്റായിട്ട് നിൽക്കും എത്ര വർഷം കഴിഞ്ഞാലും. മറ്റേ കള്ളിച്ചെടിയാണോ ഇത്? ഈ കാക്ടസ് പോലത്തെയൊക്കെയുള്ള സാധനങ്ങൾ. കാക്ടസ് ഉണ്ടോ? ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കാക്ടസ് എല്ലാം. ഇത് 50 രൂപയേ ഉള്ളൂ അല്ലേ? ഇത് കണ്ടോ, കളർഫുള്ളായിട്ടുള്ളത് അടിപൊളിയല്ലേ? ഇത് വില വന്നിട്ട് 250. ഇത് ഓരോന്നിൻ്റെ തൈൻ്റെ വില. കുഞ്ഞു കുഞ്ഞു കാക്ടസ് ഉണ്ട്, 50 രൂപ ഓരോ തൈക്ക് വില. ഉണ്ടോ? ഇതൊരു ജെയ്ഡ് പ്ലാന്റാണ്, അത് 25 രൂപയാണ് ഒരു തൈക്ക് വില. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. അങ്ങൊക്കെ ഉണ്ടോ? എല്ലാം വെറൈറ്റി ചെടികളാണ്. വെള്ളം എങ്ങനെയാ പോവാ? കണ്ടോ? ഒരു നഴ്സറിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ?
എന്താ ഒരാളിരിക്കുന്നു, ടോപ്പിൽ വന്നിരിക്കുന്നു. നല്ല വ്യൂ. കൊള്ളാല്ലേ? വാവ്, സൂപ്പർ. ഇവിടെ ഇരുന്ന വ്യൂ ഒക്കെ കാണാൻ എന്ത് രസം. സൂപ്പർ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ ടോപ്പിൽ നിൽക്കുകയാണ്. എന്നാ ചേട്ടാ, ഇതാ നോക്ക്, കാണാമോ? ഇവിടെ ഇരിക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഒരുപാട് കാണാനുണ്ട് കേട്ടോ, ഇനിയും ഉണ്ട് അങ്ങൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വഴിക്ക് വന്ന് പല വഴിക്ക് കൂടി എവിടെയൊക്കെ വന്നു. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങണമെങ്കിൽ ഒരുപാട് മല താഴെ ഇറങ്ങണം. ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. ഇനി ഉണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് എന്തൊക്കെയോ കാണാനുണ്ട്. നമ്മൾ പിന്നെ സമയം പോകും. ഒരു ഗൈഡ് വേണം കേട്ടോ, ഇവിടെ ഗൈഡ് വേണം. എവിടെ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഗൈഡുണ്ട്. അല്ലെങ്കിൽ ഇവർ മറ്റേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിടത്തൂടി ഇറങ്ങിയിട്ട് എല്ലാവരും കറങ്ങി ഒറ്റ വഴി വയ്ക്കണമായിരുന്നു. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമായിരുന്നു എല്ലാം കണ്ടുവരാൻ. ഇത് പല വഴിക്കായിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടേക്ക് എന്തുകൊണ്ട് ബോർഡെങ്കിലും വെച്ചിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷെ കൊള്ളാം കേട്ടോ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇത്രയും ഇങ്ങനെയൊക്കെ ചെടികളുണ്ടോ എന്ന് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ചാനലിന്റെ ചിലതൊക്കെ നമ്മൾ ഇതൊക്കെ ചെടി ആയിരുന്നോ ഇത്രയും നല്ല. ഇവിടെ വരുമ്പം നമ്മൾ ചാനലിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചെറിയ ചെറിയ നല്ല പൂവൊക്കെ ഉള്ള ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ 50-60 രൂപ. നമ്മളല്ലെങ്കിൽ കാട്ടുചെടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ കളയത്തില്ലേ, അതൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കുന്നവരും ഉണ്ട്. ഒരുപാട് പേര് ഒന്ന് വലിയ വലിയ വണ്ടികളിലൊക്കെ വന്നിട്ടാണ് ഒരുപാട് വാങ്ങിച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സ്പേസ് ഒക്കെ ഉള്ളവർക്ക് സെറ്റ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. അവർക്ക് ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് പൊളിയായിരിക്കും. അവർക്ക് ഇങ്ങനെ ഒരുപാട് നടാം. സ്പേസ് ഇല്ലാത്തവർക്കും ഓപ്ഷനുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് തൈകളുണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ട് നടാൻ വേണ്ടിയിട്ട് ഓപ്ഷനുണ്ട്. നല്ല സ്പേസ് ഉള്ളവർക്ക് വലിയ 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 ചെടികളൊക്കെ കൊണ്ട് നടാൻ പറ്റും. പക്ഷേ നല്ല ഏരിയ, ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ മെയിൻ കാര്യം, നമ്മുടെ ഈ കുട്ടികളെ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള ചെടികളൊക്കെ ഉണ്ട്. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പഠിക്കാനും ഒരുപാടൊക്കെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് അവർ എഴുതിയും വെച്ചിട്ടുണ്ട്. യഥാർത്ഥ നെയിം എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിമുകളൊക്കെ ചില ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് അവർക്ക് പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. മുള ഞങ്ങളിതാ മുളയുടെ താഴെയായിരിക്കുന്നത്. അയ്യോ, ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ട് നടന്ന് ഇനി ടോപ്പിലെത്തിയതാ. കൊള്ളാം. ഇത് 250 രൂപയുള്ളൂ. കൊള്ളാമല്ലേ ഇതൊക്കെ? നമുക്ക് വീട്ടിനകത്തൊക്കെ ഈ ലൈവ് പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടേ ഇതിൽ വെച്ച് നടാം. കൊള്ളാം. സെറാമിക്കിൻ്റെ ഒക്കെ പോട്ട്, ഇതിൻ്റെത്. കൊള്ളാമല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.